ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന എല്ലാ ഗെയിമേഴ്സിനും ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണ്. അപ്പോൾ അതിൻ്റെ പേരാണ് GG ഗെയിം സ്പേസ്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യാം. 50 ലക്ഷം ഡൗൺലോഡ്സ് ഒക്കെ ഉണ്ട് ഗൈസ്. പിന്നെ എന്നിട്ട് ആ ആപ്പ് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ ആഡ് പ്ലസ് കണ്ടോ ഈ മേളിൽ കാണിച്ചു തരാം. ഈ ആഡ് ഗെയിംസിൽ പ്ലസ് ഉണ്ട്. അതിൽ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിംസൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഒരു സൈഡിലുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മൊബൈൽ വേഴ്സ് ആണെങ്കിൽ ആക്ടിവേഷൻ മോഡുണ്ട് ആദ്യം കിടക്കും. അത് ക്ലിക്ക് ചെയ്യണം, വയർലെസ്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കുറേ ആലോചനയൊക്കെ കാണിക്കും. അതൊക്കെ അത് ചെയ്യണം. ആ ആലോചന വീഡിയോ ആണെങ്കിൽ 200 ലൈക്ക് നമ്മളെ വീഡിയോയിൽ കിട്ടണം. എന്നാൽ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്. നമുക്ക് മൈൻക്രാഫ്റ്റിലോട്ട് എൻ്റർ ചെയ്യാം. ഓൾറെഡി എൻ്റർ ആയിരിക്കുകയാണ്. നെറ്റ് വേണം ഗൈസ്. അപ്പോൾ ഒന്നുകൂടെ കയറാം. എൻ്റർ ചെയ്തിട്ടുണ്ട്. എൻ്റർ ആവാത്തന്തറേ മോഡ് ആക്ടിവേറ്റ് ആവുന്നില്ല ഗൈസ്. അപ്പോൾ ആക്ടിവേറ്റ് ആയി. ശരി, അപ്പോൾ മോഡ് ആക്ടിവേഷനായി. ഇപ്പോൾ ഇവിടെ G എന്ന് പറഞ്ഞൊരു വലിയ ശക്തി ഓറഞ്ച് റൗണ്ട് കണ്ടില്ലേ? അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അത് നമുക്ക് ഗെയിമിലോട്ട് പോകാം. നിങ്ങൾക്ക് എല്ലാം ഞാൻ കാണിച്ചു തരാം. എന്താ ഇത്രയും പാടിടാൻ 21. ഭയങ്കര പാട് തോന്നിയിടാൻ. ഇപ്പൊക്കെ ലാഗായിട്ടാണ് ഇവിടെ FPS ഒക്കെ കാണിക്കും. ഇപ്പോൾ 0 FPS ആണ്. ലാഗുണ്ട്. നല്ല ലാഗുണ്ട് കേസ്. ഈ GG ചാറ്റിൽ പോയി. അതിനുശേഷം ഇതുകൾ സമ്മതിക്കത്തില്ല. ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതെങ്കിലും സെറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല. അതിൽ നോക്കിക്കോളാം. നിങ്ങൾ ഈ G എന്ന് പറഞ്ഞ് കിടക്കണതിൽ ക്ലിക്ക് ചെയ്യണം. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യം കിടക്കണ കീ മാപ്പ് എന്ന് പറയുന്ന സംഭവം കണ്ട ആ കീ മാപ്പിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ ആഡ് കമ്പോണൻറ്റ് കണ്ടല്ലോ, ആ നടുക്ക് കിടക്കണം മേളിൽ, അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ സംഭവം ആഡ് ട്രിഗർ ഏരിയ ടാപ്പ്. അതിൽ ട്രിഗർ ഏരിയ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വയ്ക്കാം. ഈ ടാപ്പ് എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു സാധനം നിങ്ങളുടെ ബ്ലോക്ക് വയ്ക്കണ ബട്ടണിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് അതിൽ സെറ്റിങ്സിൽ കയറണം. സെറ്റിങ്സിൽ കയറിയിട്ട് ക്രേസി ടാപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് അതൊരു 26 ആക്കി വയ്ക്കണം. 26 ഇത്ര ഇഷ്ടമുള്ളൂ. ഇതൊരു 16 ആക്കണം. ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ട്രിഗർ ഏരിയ എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടുണ്ട്. അതിൽ നെക്കി വെക്കണം. കണ്ടോ 20 FPS വരെ കിട്ടും ഗൈസ്. എല്ലാം കിട്ടും ഗൈസ്. എനിക്ക് ചാർജ് ഇല്ലാത്തത് ഭയങ്കര ലാഗാണ് ഗൈസ്. ഇവിടെ എനേബിൾ ഡിസേബിൾ എന്ന് പറയുന്ന ഓപ്ഷനൊക്കെ ഉണ്ട്. ചുമ്മാ അങ്ങ് ട്രിഗർ ഏരിയയിൽ നെക്കി പിടിച്ചാൽ ഗൈസ്
FPS കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഈ കാണിച്ചു തരാം. എടുക്കാൻ പറ്റി ഒന്നും നോക്കിയിട്ട് അതുകൊണ്ടെന്താ ഇവിടെ വയ്ക്കണം, ഇഷ്ടമുള്ള സ്ഥലത്ത് വയ്ക്കാം. എന്നിട്ട് അടുത്ത ടാപ്പ് കൊണ്ടുവന്ന് നമ്മൾ ഫയർ ഇവിടെ അടിക്കണ ബട്ടണിൽ കൊണ്ട് വെച്ചിട്ട് റൈസ് ടാപ്പ് ആ സെയിം തന്നെ കൊടുക്കണം. 26 പിന്നെ 16. എന്നിട്ട് സേവ് കൊടുക്കണം. എന്നിട്ട് ഇപ്പോൾ ഒരു ട്രിഗർ ബട്ടൺ വന്നില്ലേ, അത് ചുമ്മാ നെക്കി 20 CPS ആണ് കിട്ടണത്. സോറി, ഇത്ര നേരം FPS എന്നാണ് ഇറങ്ങിയ ശീലമായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അലോ ചെയ്യുന്ന സെറ്റിങ്സ് എല്ലാത്തിൻ്റെയും വീഡിയോ വേണമെങ്കിൽ 200 ലൈക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഉപകാരപ്പെട്ടു. അടുത്ത നമ്മളൊരു WA ക്ലയൻറ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്ത് നല്ല അടിപൊളി ഹാക്കാണ്, സെർവറിലൊക്കെ പറക്കാനൊക്കെ പറ്റി ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.